ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബനാന പാൻകേക്കാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലുള്ള ഒരു 1.5 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണ്. അതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. താല്പര്യമില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ടയുടെ മണം ഉണ്ടാവാതിരിക്കാനാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദമാവ് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് കുറച്ചായിട്ട് ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി ഒഴിച്ചു കൊടുക്കുക. മിക്സിയിൽ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം അതൊന്ന് അടിച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ അടിയിൽ കട്ട കെട്ടി കിടക്കും. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് പാല് ഒഴിച്ചിരുന്നു. ഇനി ഇതൊരു ഞാൻ ജിലേബി ഉണ്ടാക്കുന്ന ബോട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂണിൽ കുറച്ചായിട്ട് ഒഴിച്ച് അങ്ങനെ വേണേലും ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്കുകൾ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. അവർക്കത് കഴിക്കാനും തനിയെ എടുത്ത് കഴിച്ചുകൊണ്ട് നടന്നോളും, ചെറിയ കുട്ടികളാണെങ്കിൽ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണേലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാനിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വലിയ പാൻ കേക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെറിയതായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇനി നമുക്ക് വേണ്ടി ഇത് വലിയ പാൻ കേക്കുകൾ ഉണ്ടാക്കാം. ഒരു വശം ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പാൻ കേക്കാണിത്. ഇനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയറിലേക്ക് പാൻ കേക്കും പഴവും മാറി മാറി വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ ചെയ്ത് അല്പം തേനും ഒഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മോൾക്ക് 3 വയസ്സുള്ളൂ. അവൾ തനിയെ അത് പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പാൻ കേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.